ഇൻഫോട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദൈനംദിന ജോലികൾക്കായി തൊഴിലാളികളെ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ തൊഴിൽ പ്രദാനം ചെയ്യുന്നതിനുമായി ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. തൊഴിൽ വകുപ്പിൻ്റെ കീഴിലുള്ള കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ് അഥവാ KESന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീയുടെയും സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഒരു രൂപ ചിലവില്ലാതെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അതുപോലെ തന്നെ സേവനദാതാക്കൾക്കും ഇടനിലക്കാരില്ലാതെ സേവനം ലഭ്യമാക്കുവാൻ സാധിക്കുമെന്നതാണ് സ്കിൽ രജിസ്ട്രി ആപ്ലിക്കേഷൻ എന്ന ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം സ്കിൽ രജിസ്ട്രി എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ എന്നെ ഫസ്റ്റായിട്ട് വന്ന് കിടക്കുന്നുണ്ടാവും. അതിനുശേഷം ഇൻസ്റ്റാൾ സെലക്ട് ചെയ്യുക. ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ആപ്പ് ഓപ്പൺ ആയിട്ട് വരും. ഇത് രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഒന്ന് കസ്റ്റമർ, രണ്ടാമത് സർവീസ് പ്രൊവൈഡർ എന്നുള്ളത്. ആദ്യം നമുക്ക് ഈ കസ്റ്റമർ സെലക്ട് ചെയ്തിട്ട് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി കസ്റ്റമർ ഞാൻ സെലക്ട് ചെയ്യാണ്. രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ പേരും ഇമെയിൽ അഡ്രസ്സും അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പറും ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ മൂന്നും നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കുക. വെരിഫൈ സെലക്ട് ചെയ്യുക. വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശേഷം നമുക്കിവിടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പഞ്ചായത്ത് ഏതാണെന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാം. അതിനുശേഷം പ്രൊസീഡ് സെലക്ട് ചെയ്യുക. ഇവിടെ 3 ബോക്സ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് ബോക്സായ അപ്ലയൻസ് സർവീസ് ആൻഡ് റിപ്പയർ എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു ഓപ്ഷൻ നമ്മുടെ വീട്ടിലെ ഗൃഹോപകരണങ്ങൾ സർവീസ് ചെയ്യാനോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനുള്ളൊക്കെ ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഞാൻ ജസ്റ്റ് കമ്പ്യൂട്ടർ സർവീസ് ആൻഡ് റിപ്പയർ എന്നുള്ളത് സെലക്ട് ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് 2 പേരാണുള്ളത്. അതിൽ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റത്തെ ആൾ ഞാൻ സെലക്ട് ചെയ്യാണ്. ഇതിൽ അവരുടെ ഡീറ്റെയിൽസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവറേജ് റേറ്റിംഗ് 4 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വട്ടം ഈ ആപ്ലിക്കേഷൻ വഴി സർവീസ് ചെയ്തിട്ടുണ്ടെന്നാണ് 1 ടൈംസ് ഹയർഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഇവിടെ ആവറേജ് റേറ്റിംഗിന് മുകളിലായിട്ട് ആളുടെ റേറ്റ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 500 rupees പെർ ഐറ്റം എന്നാണ്. അതായത് ഒരു സർവീസിന് 500 രൂപയാണ് ആൾ സ്വീകരിക്കുന്ന എമൗണ്ട്. ഇവിടെ ബോട്ടിൽ നിന്നുള്ള പോയാൽ ആളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. കൂടാതെ റിവ്യൂസ്, ആരെങ്കിലും റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരാളുടെ സർവീസ് നമുക്ക് വേണം എങ്കിൽ ഇവിടെ ഹയർ നൗ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ സർവീസ് ഏതാണെന്നുള്ളതൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുകയാണെങ്കിൽ അടുത്തേക്ക് സർവീസിലേക്ക് പോകും. പിന്നെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ആഡ് എ ന്യൂ അഡ്രസ്സ്. നമ്മുടെ അഡ്രസ്സ് ഇവിടെ കൊടുക്കാൻ പറ്റും. അഡ്രസ്സ് ഇവിടെ കൊടുത്ത ശേഷം ഇവിടെ അഡ്രസ് ടൈപ്പ്, അത് വീടാണോ ഓഫീസാണോ മറ്റുള്ളവയാണോ എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഇവിടെ ഹൗസ് ഞാൻ സെലക്ട് ചെയ്ത ശേഷം സേവ് അഡ്രസ്സ് ചെയ്യാണ്. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു പേജിൽ ഏത് ദിവസമാണ് സർവീസ് ചെയ്ത് തരേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഞായറാഴ്ച ഒഴികെ മറ്റുള്ള ദിവസങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം സെലക്ട് ചെയ്ത ശേഷം ഇവിടെ അടുത്ത ഓപ്ഷനിൽ ഏത് ടൈമാണ് സർവീസ് ചെയ്യാൻ വരേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തേക്കണേ. നമുക്ക് ഏതെങ്കിലും ഒരു ടൈം കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കായിട്ട് എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ശേഷം ബുക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓർഡർ അവരുടെ മൊബൈലിലേക്ക് ചെല്ലുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സർവീസ് ഈ ഒരു ആപ്പിലൂടെ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സർവീസ് പ്രൊവൈഡറായിട്ട് അല്ലെങ്കിൽ സർവീസ് ചെയ്തു കൊടുക്കുന്ന ഒരാളായിട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് സർവീസ് പ്രൊവൈഡർ ഞാൻ സെലക്ട് ചെയ്യാണ്. ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് സൈൻ അപ്പ് ചെയ്യാം. ശേഷം നമ്മുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. പേര് കൊടുത്ത ശേഷം നമുക്ക് ഇമെയിൽ ID കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കാവുന്നതാണ്. മൊബൈൽ നമ്പർ കൊടുത്ത ശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക. ശേഷം നെക്സ്റ്റ് സെലക്ട് ചെയ്യുക. നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്ന വെരിഫിക്കേഷൻ കോഡ് ഇവിടെ കൊടുക്കാം. നമുക്ക് ലഭിച്ച കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം വെരിഫൈ സെലക്ട് ചെയ്യുക. ഈ ഒരു വിൻഡോയിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ പേര് ഓൾറെഡി ഉള്ള കാരണം പേര് കൊടുക്കണ്ട. വീണ്ടും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഇമെയിൽ ID ഉണ്ട്, അഡ്രസ്സ് നമുക്ക് കൊടുക്കാം. ശേഷം സ്റ്റേറ്റ് കൊടുക്കുക.
സ്റ്റേറ്റിൽ ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് കൊടുത്ത ശേഷം ലോക്കൽ ബോഡി ടൈപ്പാണ് ചോദിച്ചേക്കണേ. ഇവിടെ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ലോക്കൽ ബോഡി എന്നുള്ളതുണ്ട്. അത് നമ്മൾ കൊടുത്ത ആ ഒരു പഞ്ചായത്താണെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിനുശേഷം പഞ്ചായത്ത് ഏതാണെന്നുള്ളത് കൊടുക്കുക. പഞ്ചായത്ത് കൊടുത്ത ശേഷം പിൻകോഡാണ്. പിൻകോഡ് കൊടുത്ത ശേഷം നമ്മൾ ID കാർഡാണ് കൊടുക്കേണ്ടത്. ഇപ്പം നിലവിൽ ആധാർ കാർഡ് മാത്രമാണ് ഇവർ സ്വീകരിക്കുക. അതുകൊണ്ട് ആധാർ കാർഡ് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ആധാർ കാർഡിൻ്റെ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫോട്ടോവും അതിൻ്റെ ഒപ്പം തന്നെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്ലോഡ് പ്രൊഫൈൽ ഫോട്ടോ എന്നുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്ത ശേഷം ഇതേപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡിൻ്റെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യുക. ആധാർ കാർഡ് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എല്ലാം ഓക്കെ ആണെങ്കിൽ സേവ് നെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ സർവീസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കണേ. നമ്മുടെ രജിസ്ട്രേഷൻ മോഡ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാൻ പഞ്ചായത്താണ് സെലക്ട് ചെയ്യണത്. അതിനുശേഷം സർവീസ് കാറ്റഗറി ഏത് കാറ്റഗറിയാണ്, ഡേ ടു ഡേ ആണോ, അപ്ലയൻസ് സർവീസിംഗ് ആണോ, ഹോം മെയിൻ്റെനൻസ് ആണോ, ഞാൻ ഡേ ടു ഡേ ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം സർവീസ് സബ് കാറ്റഗറി എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്തിട്ട് ഏത് മേഖലയാണ് നമ്മുടെ എന്നുള്ളത് ഇവിടെ ചൂസ് ചെയ്യുക. ഇവിടെ ധാരാളം കാറ്റഗറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതാണ് നിങ്ങളുടെ കാറ്റഗറി എന്നുള്ളത് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. അതിനുശേഷം നമ്മുടെ പ്രൈസ് എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു 500 രൂപ കൊടുക്കുകയാണ്. ഒരു ദിവസത്തിന് 500 രൂപയാണ് ഇവിടെ കൊടുത്തേക്കണേ. അതിനുശേഷം ടൈമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ് നമ്മൾ കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് 10 മണി, രാവിലെ 10 മണി തന്നെയാണ് കൊടുക്കുന്നത്. 10 മണി കൊടുത്ത ശേഷം എത്ര മണി വരെ വർക്ക് ചെയ്യാം എന്നുള്ള ടൈമാണ് നമ്മൾ കൊടുക്കേണ്ടത്. 2 ടൈമിൻ്റെ അവിടെ ഞാൻ 6 മണി കൊടുക്കുകയാണ്. 6 PM കൊടുത്തു. ശേഷം ഏതൊക്കെ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് നമ്മുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ തൃശ്ശൂർ കൊടുത്തു. ശേഷം പഞ്ചായത്ത് ആണോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണോ ഏതാണെന്നുള്ളത് നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ചോദിച്ചേക്കുന്നത് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എത്ര വർഷം ഈ ഒരു മേഖലയിൽ, ഈ തൊഴിൽ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കണേ. ഞാൻ ജസ്റ്റ് 2 കൊല്ലം കൊടുക്കുകയാണ്. ഇനി അടുത്ത എത്ര മാസം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ്. ഞാൻ ജസ്റ്റ് ഒരു 2 മാസം കൊടുക്കുകയാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു തൊഴിൽ മേഖലയിൽ ITI നിന്നോ അല്ലെങ്കിൽ പോളിടെക്നിക്കിൽ നിന്നോ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏതൊക്കെ ദിവസം സർവീസ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാൻ പറ്റിയ ദിവസങ്ങളൊക്കെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് എന്നുള്ളത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇത്തരം ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുക. ഇതിൽ നമുക്ക് കിട്ടിയ ഓർഡേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ന്യൂ സർവീസ് ഓർഡേഴ്സ് എന്നുള്ളവിടെ ഇൻസ്പെക്ഷൻ ഉണ്ട്, വർക്ക് പെൻഡിങ് ആയിട്ടുള്ള വർക്കുകളുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ്, നമ്മൾ ചെയ്തു തുടങ്ങിയ വർക്കുകളുടെ പ്രോഗ്രസ് ഇവിടെ ഉണ്ട്. ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് നമ്മുടെ വർക്കിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, നമുക്ക് എന്തെങ്കിലും വർക്ക് പുതുതായിട്ട് വന്നുണ്ടോ അല്ലെങ്കിൽ ഓർഡർ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ എല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതിനുശേഷം ഞാൻ ലോഗൗട്ട് ചെയ്യുകയാണ്. ലോഗൗട്ട് ചെയ്ത ശേഷം നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയ ആ ഒരു ഇൻ്റർഫേസിലാണ് എത്തിച്ചേരുക. ഇവിടെ നമുക്ക് വീണ്ടും ഈ സർവീസ് പ്രൊവൈഡറായിട്ട് കയറണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്മുടെ നമ്പർ കൊടുക്കുക. ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്ന വെരിഫിക്കേഷൻ കോഡ് ഇവിടെ കൊടുക്കാം. നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് കിട്ടിയ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ എന്നുള്ളത് സെലക്ട് ചെയ്യുക. വെരിഫൈ ചെയ്ത ശേഷം ഈ ഒരു വിൻഡോയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഓർഡർ കിട്ടി കഴിഞ്ഞാൽ ന്യൂ സർവീസ് ഓർഡേഴ്സ് എന്നുള്ള അവിടെ 1 എന്നുള്ള കാണിക്കും, 2 ആണെങ്കിൽ 2 എന്നുള്ള കാണിക്കും. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ളത് 1 ആയിട്ട് കാണിക്കും. നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് എന്നുള്ള 1 ആവും. ഇവിടെ വർക്ക് ക്യാൻസൽ എന്നുള്ള സ്ഥലത്ത് എത്ര വർക്ക് നമ്മൾ ക്യാൻസൽ ചെയ്തു എന്നുള്ളത് ഇവിടെ ഡിസ്പ്ലേ ആവുന്നതാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരേ മൊബൈൽ നമ്പറിൽ നിന്ന് തന്നെ കസ്റ്റമറായിട്ടും അതുപോലെ സർവീസ് പ്രൊവൈഡറായിട്ടും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് വേറൊരു മൊബൈൽ നമ്പറിൽ നിന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഇൻഫോ ട്രാക്ക് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.